ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റുമോ? കാരണം ഇപ്പോൾ പലയിടത്തും പ്രകടനങ്ങൾക്ക് പോലും ആഹ്വാനം നൽകിയിരിക്കുന്നുള്ളതാണ്. ടി വി പ്രസാദ് ഇപ്പോൾ വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് നാട്ടിൽ അതാ പ്രകടനത്തിന് ആഹ്വാനം നൽകുകയാണ്. അഥവാ തീരുമാനം മറ്റൊന്നാവുകയാണെങ്കിൽ വൈകിട്ട് വലിയ പ്രകടനത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലാകെ തന്നെ നേതാക്കൾക്ക് വേണ്ടിയുള്ള വലിയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വി ഡി സതീശനല്ല എങ്കിൽ തെരുവിൽ വലിയ പ്രതിഷേധമായി ഉയരുമെന്നുള്ള സൂചനകൾ നൽകുകയാണ് പ്രസാദ്. അപ്പോൾ ഈ അസാധാരണ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തണം പ്രസാദ്? അശ്വതി പറഞ്ഞതുപോലെ ഇതൊരു അസാധാരണ സാഹചര്യം തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. സ്വാഭാവികമായി കൂടുതൽ MLA-മാരുടെ പിന്തുണയും KC വേണുഗോപാലിന് തന്നെയാണുള്ളത്. പക്ഷേ നിലവിൽ MLA അല്ലാത്ത KC വേണുഗോപാലിനെ ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സ്വാഭാവികമായി നിലവിലുള്ള MP സ്ഥാനം രാജിവെക്കണം. ആലപ്പുഴ MP ആണ്. മാത്രവുമല്ല ഏതെങ്കിലും ഒരു ഉറപ്പുള്ള മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുകയും വേണം. അങ്ങനെ ജനവിധി തേടുമ്പോൾ ഒരിക്കലും തോക്കാത്ത ഒരു മണ്ഡലം എങ്ങനെ തെരഞ്ഞെടുക്കാൻ കഴിയും ഈ ജനവികാരത്തിൻ്റെ ഇടയിൽ എന്നുള്ളതാണ് പ്രധാനമായും KC വേണുഗോപാലിൻ്റെ പക്ഷമുള്ളവർ തന്നെ ഉറ്റുനോക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഏതാണ്ട് 40-45 വരുന്ന MLA-മാർ KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ സമ്മർദ്ദം പാർട്ടിക്ക് മേൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് കൂടുതൽ MLA-മാരുടെ പിന്തുണ ഇല്ലെങ്കിൽ പോലും പൊതുജനങ്ങളുടെ ബഹുജനങ്ങളുടെ അവർക്കിടയിലുള്ള സ്വാധീനം വെച്ചുകൊണ്ട് അത് ക്ലെയിം ചെയ്യുകയാണ് വി ഡി സതീശൻ എന്നതാണ്. ഒരുപക്ഷെ നേരത്തെ റോഷി റിപ്പോർട്ട് ചെയ്തതുപോലെ മന്ത്രിസഭയിലേക്ക് താനില്ല എന്ന നിലപാടൊക്കെ വി ഡി സതീശൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രതിസന്ധിയായി മാറുമെന്നുള്ളതാണ്. പക്ഷേ KC പക്ഷത്തുള്ളവർ അതൊന്നും കണക്ക് കൂട്ടുന്നില്ല. ഇത്രയേറെ MLA-മാരുടെ പിന്തുണയുള്ള AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്ക് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആകാമെങ്കിൽ അതിലെന്താണ് തടസ്സം എന്നുള്ളത് തന്നെയാണ് KC പക്ഷക്കാർ ചോദിക്കുന്നത്. അതിനിടയിൽ രമേശ് ചെന്നിത്തലയും തൻ്റെതായ ഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. താനാണ് സീനിയർ, തനിക്ക് MLA-മാരുടെ പിന്തുണയുണ്ട്. 2021 പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന സമയത്ത് തനിക്ക് തന്ന ഒരു ഓഫറുണ്ട് സോണിയാഗാന്ധിയുടെ ഭാഗമായ. ആ കാര്യങ്ങളെല്ലാം രമേശ് ചെന്നിത്തലയും ഉന്നയിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ സ്മൃതി, ഈ ഘട്ടം വരെയുള്ള ഒരു ചർച്ച മുന്നോട്ട് പോകുന്നത് അത് മുതിർന്ന നേതാക്കളായാലും ശരി അതല്ലെങ്കിൽ മറ്റ് തലത്തിലുള്ള ചർച്ചകളായാലും ശരി മനസ്സിലാകുന്നത് കൂടുതൽ MLA-മാരുടെ പിന്തുണ നോക്കിയൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോകും എന്നുള്ളതാണ്. അങ്ങനെ പോകുമ്പോൾ അത് KC വേണുഗോപാലിൻ്റെ പേരിലേക്ക് വരുന്നു. ഇനിയിപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകാനിടയുള്ള വലിയ സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ അത് തിരിച്ചടിയാകും എന്നൊരു ബോധ്യത്തിലേക്ക് ഹൈക്കമാൻഡ് വരികയാണെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇടപെട്ട് തൽക്കാലം വേണ്ടതില്ല എന്ന തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് വി ഡി സതീശൻ പക്ഷം കാത്തിരിക്കുന്നത്. പക്ഷെ നിലവിൽ പരസ്യമായി ഫ്ലക്സ് വയ്ക്കുന്നു, പരസ്യമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ മാത്രമാണ് പരസ്യമായുള്ളത്. നേരത്തെയുള്ള കോൺഗ്രസിന്റെ ഒരു ഹൈക്കമാൻഡ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ മറിച്ചാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല.